ഇതും ലീനിയർ റേസിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഇൻ എ റേസ് ഓഫ് 1200 മീറ്റർ റാം ക്യാൻ ബീറ്റ് ശ്യാം ബൈ 200 മീറ്റർ ഓർ ബൈ 20 സെക്കൻഡ്. അതിനർത്ഥം 1200 മീറ്റർ ഉള്ള ഒരു റേസിൽ 1200 മീറ്റർ ഉള്ള ഒരു റേസ് അതിൽ ആദ്യമേ റാം 1200 ഓടുമ്പോൾ 1200 ഓടി ഫിനിഷ് ചെയ്യുവാണെങ്കിൽ ശ്യാം 200 മീറ്റർ ബാക്കിലായിരിക്കും. 200 മീറ്റർ ബാക്കിലായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് 1200 മീറ്റർ ഉള്ള റേസ് റാം ടി ടൈം എടുത്തു കഴിഞ്ഞാൽ മറ്റവൻ T+20 ടൈം എടുക്കും. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവൻ 20 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇവൻ 40 സെക്കൻഡ് എടുക്കും 1200 ഫിനിഷ് ചെയ്യാൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ക്വസ്റ്റ്യൻ അധികം കോംപ്ലിക്കേറ്റഡ് അല്ല, നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പോൾ ആദ്യം 1200 മീറ്റർ റേസ് റാം ശ്യാമിനെ 200 മീറ്ററിന് എന്ത് ചെയ്തു തോപ്പിച്ചു. അതായത് രണ്ടുപേരും, അതായത് ഇപ്പം എന്താ പറയുന്നത്, റാം ഇവിടെ ഓടി ഫസ്റ്റത്തെ കേസ് നോക്കാം. ഫസ്റ്റത്തെ കേസ് നോക്കുമ്പോൾ റാം 1200 ഓടി എത്തുമ്പോൾ ടി ടൈം എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, അതേ ടി ടൈം കൊണ്ട് ശ്യാം ഇവിടെ എത്തുന്നുള്ളൂ, 200 മീറ്റർ പുറകിൽ എത്തുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം, ഇവിടെ ടൈം കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ അതേ റേഷ്യോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്പീഡ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ റാമും ശ്യാമും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോ 1200:1000. കാരണം 200 മീറ്റർ പുറകിലല്ലേ, 6:5 എന്ന് പറഞ്ഞ് കിട്ടും. ഇതായിരിക്കും സ്പീഡിന്റെ റേഷ്യോ വരാൻ പോകുന്നത്. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ കിട്ടി അവർ തമ്മിലുള്ള 6:5. ഈ രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ ഇവർ രണ്ടുപേരും 1200 ഡിസ്റ്റൻസ് ഓടി എത്തുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ അതായത് ബൈ 20 സെക്കൻഡ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും 1200 ഓടി എത്തും. പക്ഷെ ഒരാൾ ടി ടൈം എടുക്കുമ്പോൾ രണ്ടാമത്തെ ആൾ T+2 എടുക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസിൽ ടൈം കോൺസ്റ്റന്റ് ആണ്, സോറി ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. ഇവരുടെ സ്പീഡിന്റെ റേഷ്യോ നമുക്കറിയാം 6:5 ആണെന്നറിയാം, റാം ശ്യാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടൈമിന്റെ റേഷ്യോ എത്ര വരും, 5:6 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ തന്നെ റാം 5 യൂണിറ്റ് എടുക്കുന്നുള്ളൂ, ഇവൻ 6 യൂണിറ്റ് ടൈം എടുക്കും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര വരും, ഇവർ തമ്മിലുള്ള വ്യത്യാസം 20 സെക്കൻഡ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടും ഒരു യൂണിറ്റ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടും. ഒരു യൂണിറ്റ് 20 സെക്കൻഡ് ആണെങ്കിൽ റാമിന് എടുത്ത ടൈം, റാമിന്റെ സ്പീഡാണ് ചോദിച്ചത്, അപ്പൊ നമുക്ക് റാം എടുത്ത ടൈം നോക്കിക്കഴിഞ്ഞാൽ 5 യൂണിറ്റ്. 5 യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 100 സെക്കൻഡ് എടുക്കും. 100 സെക്കൻഡ് എന്ന് പറഞ്ഞെടുക്കും. 100 സെക്കൻഡ് ടൈം കൊണ്ട് 1200 മീറ്റർ അവന് കവർ ചെയ്യണമെങ്കിൽ അവന്റെ സ്പീഡ് എത്രയായിരിക്കണം, 12 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.